ആ കൊള്ളാലോ. മനുഷ്യർക്കും തൊഴിലിനുമിടയിലുള്ള പ്രശ്നങ്ങൾ രസകരമായ രീതിയിൽ നമ്മൾ അനുഭവിക്കാൻ അവിടെയുള്ള ന്യൂറൽ ഹെൽമെറ്റ് ധരിച്ചാലും. ഹലോ, നമ്മളിവിടെ വെറുതെ ഇരിക്കുക. ഞാൻ വിജയിച്ചു. 25 പൈസ കിട്ടിയിട്ടുണ്ട്. അലക്സ്, നീ ബാത്റൂമിൽ കയറിയിട്ട് 3 മണിക്കൂറായി. ഞാനിപ്പോ അകത്ത് വരാൻ പോവാ. കട്ടയിന്ന് മുടി വാങ്ങിക്കുന്ന സ്ഥലം എനിക്കറിയാം. ഞാനൊരു ചെക്കനായി മാറണമെങ്കിൽ ഇനി എത്ര മുടിയാ വെട്ടേണ്ടത്? ഞാൻ അതിനത് കുടിച്ച് തീർന്നിട്ടില്ല. അതെയോ? സോറി, ഞാൻ നിനക്ക് വേറെ വാങ്ങിച്ചു തരാം. ഞാൻ വല്ലാതെ കളിക്കുന്നുണ്ടല്ലേ? ഇനിയും വേണോ? പിന്നെ ഈ ബോട്ടിൽ കടയിലിട്ടെങ്കിൽ എത്ര പൈസ കിട്ടും നിനക്കറിയാമോ? ഇത് കൂടിപ്പോയി. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? അലക്സ് ഇങ്ങനെ പെരുമാറുന്നതിൽ എന്തെങ്കിലും ഒരു തീർച്ചയായിട്ടും കാരണം കാണുന്നേ. എന്താ ശരിയല്ലേ? എന്നോട് ക്ഷമിക്കണം ഗായ്സ്, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. എന്റെ പാരന്റ്സ് നാട്ടിലേക്ക് പോയതിനു ശേഷം എന്റെ അടുത്ത് പൈസ ഇല്ല. നിന്റെ അലവൻസിന് എന്ത് പറ്റി? ഒരു പെണ്ണിന്റെ ആവശ്യങ്ങൾ കൂടുതലല്ലേ? പുതിയ മെഗാ ക്ലൈംബ് ഗ്രിപ്പിംഗ് ഷൂസ്, പിന്നെ 3D ട്രെൻഡിങ് ഗെയിംസ്, പുതിയതായി വന്നിരിക്കുന്ന മണമുള്ള മെഴുകുതിരിയുടെ വില എന്താണെന്നറിയാമോ? ഇത് അറിയാവുന്ന കാര്യല്ലേ? എന്തെങ്കിലും ഒരു ജോലി ചെയ്യാ. എന്നെ കൊണ്ട് ജോലിയൊന്നും ചെയ്യാൻ കഴിയില്ല. ജോലി സ്ഥലത്തേക്ക് ചെന്ന ബോസ് ഉണ്ടാവും. എനിക്ക് ബോസിനെ ഇഷ്ടമല്ലെന്ന് അറിയില്ലേ? അലക്സ്, നീ എന്നെ പല പ്രാവശ്യമായിട്ട് ഉപദ്രവിക്കുകയാണ്. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നത് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തരുതെന്ന്. ഇത് അത്ര വലിയ കാര്യമൊന്നേ അല്ല. നീ അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നിനക്ക് ഏറ്റവും ഒരു ബോസിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു തരാം. വിഷമിക്കണ്ട. ഫ്രീ സാമ്പിൾ ക്യാപ്റ്റൻ ക്ലിക്കിന്റെ ചിക്കൻ വളരെ നന്നായിരിക്കും. അല്ല, നമ്മുടെ ഈ കുഞ്ഞു സ്പ്രിംഗ് ചിക്കന് സുഖാണോ? നിങ്ങള് രണ്ടുപേരും ഒട്ടും സഹായിക്കുന്നില്ല. സൂക്ഷിക്കണേ സാം, അവള് നിന്നെ കൊത്തും. ഇതിന്റെ ഒരു കഷ്ണം നീ കഴിച്ചു നോക്ക്. ഇതിന്റെ രുചി. അലക്സ്, നിന്റെ കൂട്ടുകാരുടെ കൂടെ സംസാരിക്കാൻ വേണ്ടിയല്ല ഞാൻ നിനക്ക് ശമ്പളം തരുന്നത്. മര്യാദയ്ക്ക് പറഞ്ഞ പണി നോക്കാൻ. യെസ് സർ. ശരി, ഇപ്പൊ കോഴിയെ പോലൊന്ന് കൂവ്. കൂവണോ? അതെ, നീ ഇപ്പൊ കൂവിയില്ലെങ്കിൽ നിന്റെ പണി പോകും. അടിപൊളി. ശരി, പോയി നിന്റെ ജോലി നോക്ക്. ഇത് ശരിയാ, അവളുടെ ചിറകെല്ലാം വീണു പോവാൻ പോകുന്നു. ഹലോ ലേഡീസ് ആൻഡ് ചിക്കൻ. വലിയ കോമഡി അല്ലേ? ഇതാണോ ഈ കൊല്ലത്തെ ഏറ്റവും നല്ല കോമഡി? സോറി, നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഈവിൾ ചിക്കൻ ഫോമിനുള്ളിൽ പോകണം. ഒന്ന് മതിയാക്ക്. സത്യം എന്താണെന്ന് വെച്ചാൽ കുറെ പേരെ കാണാതായിട്ടുണ്ട്. ഓ, എന്ന് വെച്ചാൽ എല്ലാം നോഡി ജനങ്ങളാണോ? ഓ ഗോഡ്, എന്നെ ഒന്ന് രക്ഷിക്കണം. ഇങ്ങോട്ട് നോക്കൂ, അവരുടെ പേരൊക്കെ ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു. അവരെല്ലാവരും ഒരേ സൈബറിലാണ് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത്. നല്ല ജോലിയാണ് നീ ചെയ്തത് സാം. നിങ്ങൾ തുടങ്ങിക്കോളൂ. ഇപ്പോൾ നിങ്ങൾക്കുള്ള ക്യാച്ചസ്. ആദ്യം നിങ്ങൾക്ക് തരുന്ന ഒരു ഇൻഫ്രാറെഡ് സൺ ഗ്ലാസസ്. ഒരു പ്രത്യേകതര ലെതറിൽ ചെയ്ത ഷൂ ആണിത്. പിന്നെ ഒരു ഇലക്ട്രോ ഹെയർനെറ്റ്. കുളിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ല, ഷോക്ക് അടിക്കും. ഞാൻ അതിൽ ഒരു കാര്യം ചേർത്തിട്ടുണ്ട്. ഗ്ലാഡസ്, ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. മാഗ്നെറ്റോൺ ഹെയർ കളർ. ഇതൊരു പുതിയ കണ്ടുപിടുത്തം.
ഏതുതരം മെറ്റലിനെയും ആകർഷിക്കാൻ ഒരുപാട് ശക്തിയുള്ള ഇലക്ട്രോ മാഗ്നറ്റ്. ഓ, ഒരു ഹെയർ കളർ. ഞാൻ വിചാരിച്ചത് നിനക്ക് എന്നെ മനസ്സിലായി. സംസാരിച്ചത് മതി ഓ ഗേൾസ്. ഗുഡ് ലക്ക്. വൗ, ഇവിടെ ആരും ഇല്ലല്ലോ. ഈ സ്ഥലം കാണാൻ തന്നെ ഒരു വ്യത്യാസം തോന്നുന്നു. അതെ, ഇവിടെ നമുക്ക് വേറെ വേഷമൊന്നും ധരിക്കാൻ പറ്റില്ല. ഇതൊരു സാധാരണ സൈബർ കേസ് പോലെ എനിക്ക് തോന്നുന്നത്. ഒന്ന് നമുക്ക് ചുറ്റി നോക്കിയാലോ? എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഒന്നും കിട്ടിയില്ല. ഞാൻ ദാ ഫയൽസ് ചെക്ക് ചെയ്തോണ്ടിരിക്കുക. അവസാനം ഈ മിഷൻ ആരാ ഉപയോഗിച്ചെന്ന് അറിയില്ല. പാസ്വേഡ്? ഓ പ്ലീസ്, ഞാൻ നിനക്ക് പാസ്വേഡ് പിന്നെ കാണിച്ചു തരാം. വളരെ സൂക്ഷിക്കണം. ഇത് പെടുന്നില്ല. വന്ന് ഞങ്ങളെ സഹായിക്കും. അത് എന്റെ മോളി വീണതാ. എനിക്ക് ആകെ പേടിയാവുന്നു. വേഗം വന്ന് സഹായിക്കും. അത് ഈ വഴിയിലാ പോയത്. അല്ല, ഇത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഫ്രണ്ട്സ്, ഞാൻ അതിനെ കണ്ടു. വേഗം വാ. നിന്റെ കൈയും കാലും അനക്കാതിരിക്കുന്നത് എങ്ങനെയാന്ന് ഇത് നിന്നെ പഠിപ്പിക്കും. ജെറി ഇത് കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. എനിക്ക് വേഗം പോകണം. ഞാൻ ആ ചിക്കൻ ഷോപ്പിന്റെ ഉള്ളിൽ 1 മണിക്കൂറിനകം ഉണ്ടാകണം. ഫ്രീ സാമ്പിൾസ്, ക്യാപ്റ്റൻ ക്ലർക്കിന്റേത്. ആ ചെലന്തി ഇപ്പൊ എന്തായിരിക്കും ചെയ്തോണ്ടിരിക്കുന്നത്? എനിക്കൊന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. ആ ആളുകളൊക്കെ കാണാതെ പോയില്ലേ? അവർക്കും ഇതിനും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഞങ്ങളുടെ പുതിയ കേജൻ ചിക്കൻ പ്ലാന്റ്. ഈ ചിക്കൻ സൂപ്പ് ആരും മിസ് ചെയ്യരുത്. കൊള്ളാലോ. ഇന്ന് നീ കാണാൻ വ്യത്യസ്ത രീതിയിലാണല്ലോ. ഓ ഞാൻ തന്നെ പറയാം, നിന്റെ തലമുടി കാണാനായിട്ട് ഒരു വ്യത്യസ്ത രീതിയിലാണ് നീ ചെയ്തിരിക്കുന്നത്. അല്ലല്ല, അതല്ല. ഒരു പക്ഷേ നീ ധരിച്ചിരിക്കുന്ന ഈ വൃത്തികെട്ട ചിക്കൻ സ്റ്റൂ കൊണ്ട് അറിയുന്നതായിരിക്കും അത്. വളരെ മോശം. ഇന്ന് നിന്നെ കാണാനായിട്ട് തീക്കണലിൽ ചുട്ടെടുത്ത മീനിനെ പോലെയുണ്ട്. അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ചിക്കൻ സൂട്ട് ഞാൻ ഒരു ചാരിറ്റിന് വേണ്ടി ഇട്ടിരിക്കുന്ന. നിനക്ക് ഈ ചിക്കൻ സൂട്ടിനെ കുറിച്ച് അറിയാമോ? നീ എന്താണ് ഈ ചെയ്യുന്നത്? കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇങ്ങനെയാണോ ഡീൽ ചെയ്യുന്നത്? സോറി മാഡം, ഇന്ന് നിങ്ങൾക്കുള്ള ഫ്രീ ചിക്കൻ കൂപ്പൺ വാങ്ങിച്ചോളൂ. അതൊന്നും ആവശ്യമില്ല. ഇത് കാണാനായിട്ട് വളരെ മോശമുണ്ട്. എന്ന് ഞാൻ വരട്ടെ. അലക്സ്, നീ വീണ്ടും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിന്റെ ജോലി പോകും, മനസ്സിലായോ? ഓ അതെയോ? ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അത് പിന്നെ അലക്സ് പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഇനിയും ഒരുപാട് ആലോചിച്ച് നല്ലതായിട്ട് ചിക്കൻ കൊടുക്കാന്ന് പറയുകയായിരുന്നു. അതെ. ഓ ഗേൾസ്, നിങ്ങൾ മോളിലാണോ ഉള്ളത്? എനിക്ക് അത്ഭുതം തോന്നുന്നു. ഓ തുടങ്ങി. ജെറി ഇപ്പൊ വീണ്ടും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചു കേട്ടോളൂ, ആ സ്പൈഡറിനെ പറ്റിയുള്ള റിസർച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതൊരു ന്യൂറൽ ഇന്റർഫേസ് മിഷനാണ്. അത് മനുഷ്യനെയും കമ്പ്യൂട്ടറിനെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് എവിടുന്ന് വന്നിരിക്കണെന്ന് അറിയാമോ? അത് നിർമ്മിച്ചത് ടെസ്റ്റോ ഇൻഡസ്ട്രി എന്ന് അതിന്റെ ലേബലിൽ തന്നെ ഒട്ടിച്ചിട്ടുണ്ട്. അതിന്റെ മുതലാളി ടെക്സോ ടെക്കാറ വളരെ ബുദ്ധിശാലിയാണ്. ഏയ്, അവൻ എനിക്ക് ഇഷ്ടമായ ഒരു വീഡിയോ ഗെയിമും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ടർബോ നിഞ്ചോ മങ്കി അറ്റാക്ക്. നോക്കൂ, ടെസിയോ എന്ന പേര് വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ടെസിയോയാണ് വിൻ ടവറിലുള്ള സൈബർ കഫേയുടെ ഓണർ. മനസ്സിലായോ ജെറി? നിങ്ങൾ ജപ്പാനിലേക്ക് പോകണം ഗേൾസ്. സൈനാര. ഓ ഈ ആയുധങ്ങൾ വെച്ചിരിക്കുന്ന സാറ്റലൈറ്റ്സിനെയും കാവലാളികളെയും നോക്ക്. ഇത് അവരുടെ കോട്ടയാണ്. അത് ശരി. നമുക്ക് ഈ വേഷത്തിൽ പോവാനാവില്ല. വേറെ വേഷം ധരിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊരു കമ്പ്യൂട്ടർ ഫാക്ടറിയാ. അതുകൊണ്ട് ഈ സ്ഥലത്തിന് ഏറ്റ കോസ്റ്റ്യൂം മാറണം. കൊള്ളാം. ഈ ഡ്രസ് വളരെ നന്നായിട്ടുണ്ട്. ഇനി അകത്തേക്ക് പോകാം. വാവ്, ഇവരെല്ലാവരും സാധാരണയായിട്ടാണല്ലോ ഡ്രസ് ചെയ്തിരിക്കുന്നത്. അതെ, ഇവരെ കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നു. ഹലോ, അവരെപ്പോഴും ഗ്രീക്സാ. നമ്മളാണ് അതിനേറ്റ പോലെ അഡ്ജസ്റ്റ് ആവാനുള്ളത്. ഇത് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഒന്ന് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാ.
നീ ഇത് കേട്ടോ? ആ ഹമ്മിങ് സൗണ്ട് ആ ഭാഗത്തുനിന്നാ വരുന്നെന്ന് തോന്നുന്നു. തല സൂക്ഷിക്കണേ. വേഗം വരൂ. കുഴപ്പമായെന്ന് തോന്നുന്നേ. ഈ വഴി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ചുമര് പിളർന്നിരിക്കുന്നു. ആരോ വരികയെന്നാ തോന്നുന്നത്. നിങ്ങൾ വേഗം ഓടിച്ചു. ഐഡന്റിഫിക്കേഷൻ ശരിയാണോ എന്ന് നോക്കി. നമുക്ക് അകത്തേക്ക് പോകാൻ വേറെ വഴിയുണ്ടാവും. ഇതാ ഇവിടെ ഒരു വഴിയുണ്ട്. റെഡിയല്ലേ? 1 2 3. വേഗം പിടിക്ക്. ആദ്യം നീ. ഇവിടെ ഉള്ളവർക്കൊന്നും ശുദ്ധീകരിക്കുന്നത് അറിയില്ലേ? ഈ ഹമ്മിങ് നിനക്ക് കേൾക്കുന്നുണ്ടോ? കാണാതെ പോയ ആൾക്കാർ അവിടെയുണ്ട്. അവര് നട്സ് അല്ല, അവര് ടെക്നോ സോംബീസാ. ആ ന്യൂറൽ ഇന്റർഫേസ് കൊണ്ട് ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യുകയാണ്. എന്റെ സംശയം എന്താന്ന് വെച്ചാൽ ഇവരെയൊക്കെ വെച്ച് അവൻ എന്താ പ്ലാൻ ചെയ്യുന്നത്? നമ്മളിവിടെ വരുന്നത് ആർക്കും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. പാർട്ടി ഓപ്പറേക്ക് മനസ്സിലായി. വരൂ നമുക്ക് പോകാം. എന്തായാലും നിനക്ക് കുറച്ച് ഭാഗ്യം കൂടുതലാ. നീയാണ് എന്റെ നല്ല കൂട്ടുകാരി. അത് കാരണം നടുവ് പപ്പടമായി. അല്ല, ക്ലോവറെ കാണുന്നില്ലല്ലോ. സാം, അവര് ക്ലോവറിനെ എന്താ ചെയ്യണമെന്ന് അറിയുന്നില്ലല്ലോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? അങ്ങോട്ട് പോകാം. ക്ലോവർ എവിടെ? ഇവിടെയുള്ള സോംബി നഴ്സിനൊന്നും കാണുന്നില്ലല്ലോ. അവർക്കും ഡേറ്റിംഗ് ഉണ്ടോ ആവോ? ഇത് അത്ഭുതമായിരിക്കുന്നു. ഇത് അതിശയിക്കാനുള്ള സമയമല്ല. ഇത് വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. വരൂ നമുക്ക് സ്ഥലം വിടാം. അവര് ക്ലോവറിനെ എന്താ ചെയ്തിരിക്കുന്നത് അറിയില്ലല്ലോ. ഇത് നമ്മുടെ കൈ വിട്ട് പോയിരിക്കുന്നു. വേഗം സഹായത്തിന് ആരെങ്കിലും വിളിക്കണം. അതെ അതെ. ജെറി, It's wonderful, girl. എക്സ്പോർട്ടർ ഒന്ന് ഓഫ് ചെയ്യ്. ഇത് നല്ലതാണെന്ന് തോന്നുന്നു അലക്സ്. കമ്പ്യൂട്ടറുമായി ഇടപഴകുന്നത് വളരെ സന്തോഷം നൽകുന്നു. എനിക്കിപ്പോഴെല്ലാം മനസ്സിലായത്. ഓ
ഇങ്ങനെയൊന്നും ചെയ്യരുത്. എന്റെ അടുത്ത് വഴക്കിട്ട് വെറുതെ സമയം കളയണ്ട. സുബ സാം, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ അടുത്ത് അതുണ്ടോ? ഒരു കമ്പ്യൂട്ടറിനോട് ജയിക്കാൻ കഴിയുമെന്ന് നീ സത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നീ എന്താ ചെയ്യുന്നേ? ഒരു അടിമക്കൂട്ടം ചേർക്കുകയാണോ? നമ്മളുടെ എല്ലാവരുടെ ബുദ്ധിയും ഒരു ഹാർഡ് ഡ്രൈവ് പ്രോസസറിനെ പോലെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അത്രയും വലിയ ശക്തിയെ നമ്മൾ വെറുതെ സംസാരിച്ച് ഡ്രസ് എടുത്ത് TV കണ്ട് നശിപ്പിക്കുകയാണ്. ഹലോ, ഞങ്ങളുടെ തലച്ചോറ് വേറെ എന്തിനാ യൂസ് ചെയ്യണ്ടേ? ഈ ഡേറ്റ പ്രോസസർ വെച്ച് ഞാൻ നിങ്ങളെ ഒരു ഇൻഫർമേഷൻ സെന്ററായിട്ട് മാറ്റാൻ പോവുകയാണ്. എന്റെ നെറ്റ്വർക്ക് ഇനി വളരെ ശക്തമുള്ളതായി മാറും. നീ മണ്ടം മാത്രമല്ല, ശരിക്കും നീ ഒരു ഭ്രാന്താണ്. എന്റെ ഈ മിഷനറീസ് എല്ലാ സാറ്റലൈറ്റിലും ടെലിവിഷൻ സെന്റേഴ്സിലും റേഡിയോ സെന്റേഴ്സിലും ഈ വൈറസിനെ വ്യാപിപ്പിക്കും. ഇതിൽ നിന്നും ആർക്കും തന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. എങ്കിൽ അത് നമുക്ക് കാണാമല്ലോ. ഇവരെതിന് ആവശ്യമില്ലാതെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടിക്കോ, നിന്റെ ബുദ്ധി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇത് ആദ്യം എന്തെങ്കിലും ചിന്തിക്കണം. ഒരു ഗാഡ്ജറ്റ്, അതാണ് ഇപ്പൊ ആവശ്യം. കമ്പൗണ്ടർ വേണ്ട, ലിപ്സ്റ്റിക്, ഇത് കുറച്ച് ടച്ച് വേണം. വേറെന്താ ഉള്ളത്? മാഗ്നറ്റോൺ. എന്നോട് ക്ഷമിക്കണം സാർ. എനിക്ക് എന്താ പറ്റിയത്? സാം, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഓ ഗോഡ്, നീ നന്നായി. നിന്റെ തല ഈ ചുമരിൽ തട്ടിയതിനു ശേഷം നീ പഴയതുപോലെ ആയി. അതെ, അതിന് കാരണം ആ മാഗ്നറ്റാ. കമ്പ്യൂട്ടർ മാഗ്നറ്റ് പവറിന് സെൻസിറ്റീവ് ആണല്ലോ. റോബോട്ട് ചിലന്തിയും കമ്പ്യൂട്ടർ ആണല്ലോ. അത് കണ്ടുപിടിക്കാൻ ഈ ഒരു മാർഗ്ഗമുള്ളൂ. ഞാനൊരു കമ്പ്യൂട്ടറിനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി. ഞാനും അതെ. ഇത് മൊത്തമായിട്ട് നമുക്ക് നശിപ്പിക്കാം. അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല. അതെ, ഈ മാഗ്നറ്റോൺ കൂടുതൽ ശക്തി കൊണ്ട് നിർമ്മിച്ചതാ. ഞങ്ങൾക്ക് കുറച്ചും കൂടെ കറണ്ടിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ഒരുപാട് പവറായി. വേഗം ആക്രമിക്ക. നീ ഒന്ന് മാറി നിൽക്ക് സാം. എന്ന് ഞാൻ ഇവന്റെ ഒരു കൈ നോക്കട്ടെ. ഹലോ, ഇത് വളരെ അതിശയമായി. നമ്മൾ ജയിച്ചു. ചൂടായിരിക്കുന്നു. എനിക്ക് ആ സ്പൈൻ ബസ്റ്റർ റൈഡിൽ 100 പ്രാവശ്യം പോയതുപോലെ ഉണ്ട്. യങ് ലേഡീസ്, ഇവിടെ എന്താ സംഭവിക്കുന്നെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ പ്ലീസ്? നിനക്കൊന്നും ഓർമ്മയില്ലേ ആ ഭയങ്കരമായ ചിലന്തികൾ, പ്രേതങ്ങൾ? എനിക്ക് അവസാനമായി ഓർമ്മയുള്ളത് ഞാൻ വെബിൽ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു വൈറസ് അറ്റാക്ക് ഉണ്ടാകുന്നത് ഞാൻ കണ്ടു. ഇനി ഇങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണേ. നീ ഒന്നും വിഷമിക്കേണ്ട. എല്ലാ കാര്യവും എപ്പോഴും ഞാനല്ലേ നോക്കാറ്. ഇതും ഞാൻ നോക്കിക്കോളാം. എന്താ? ഈ ഡ്രാഗൺ പിക്ചർ എങ്ങനെ മൂവ് ചെയ്യണമെന്ന് ആ വെബ്സൈറ്റിൽ ചെന്ന് നോക്ക്. അപ്പോഴേ അറിയാൻ പറ്റും. നിനക്കെങ്ങനെയാ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നത്? ഓ സോറി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്താ ചെയ്യണമെന്ന് അറിഞ്ഞോട്ടെ. പിന്നെ അനിയ, ഒരു അഡ്വൈസ് പറയട്ടെ. ആലക്സിന്റെ പുറകെ ചുറ്റണ്ട. അതെ, അവള് കുറച്ചു ദിവസമായിട്ട് ഒരു വട്ട് പോലെ. അവളെ വിശ്വസിക്കല്ലേ. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അറിയുന്ന കാര്യമല്ലേ ഞാൻ പറഞ്ഞോണ്ടിരുന്നത്. എനിക്കൊരു കുഴപ്പമില്ല. എന്നെ ആവശ്യമില്ല നിങ്ങൾ കളിയാക്കാം. എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എനിക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം ശരിക്കും കിട്ടും കേട്ടോ. നിങ്ങൾ പറയുന്ന കളവും ഒന്നും ആരും വിശ്വസിക്കില്ല കേട്ടോ. ആലസ്, നീ പറയുന്നത് ഒട്ടും ശരിയല്ല. നോ പ്രോബ്ലം ഫ്രണ്ട്സ്.
ആദ്യം ഇത് പ്രസ് ചെയ്, പിന്നെ ഇത് പ്രസ് ചെയ്, അത്രേ ഉള്ളൂ. ആ, നന്നായി, ഞാനിത് ശരിയായതു. ഇവര് പറയുന്നത് ശരിയാ. കൈനോട്ടക്കാരി പറയുന്നത് പോലെ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞതല്ലേ അവള് പറയുന്ന ഒന്നും കേൾക്കണ്ടെന്ന്. കണ്ട, നിന്റെ കമ്പ്യൂട്ടർ നശിച്ചു. ഓ